ജനങ്ങളെ, അല്ലയോ മാനവ സമൂഹമേ, അല്ലയോ മാനവരാശികളെ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. കുറഹാ നിന്റെ മാതാവ് വളരെ പ്രയാസം സഹിച്ചിട്ടാണ് നിന്നെ വഹിച്ചത്, നിന്നെ ഗർഭം ചുമന്നതെന്ന് അല്ലയോ സോദര, നീ അറിയണേ, നീ മനസ്സിലാക്കണേ. പേര് സുഖപ്രസവമെന്നാണെങ്കിലും വളരെ പ്രയാസപ്പെട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് എന്നും ചിന്തിക്കണേ. പരിശുദ്ധ ഖുർആൻ പേര് സുഖപ്രസവം, നല്ല പേരാ. പക്ഷെ എന്താ സംഭവം? പ്രയാസപ്പെട്ട ഇവിടെ സഹിച്ചത്, പ്രയാസം സഹിച്ചിട്ടാണ് അവർ ഈ പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് നിന്റെ മാതാവിനെയും പിതാവിനെയും നീ വല്ലാതെ സ്നേഹിക്കണേ, അവർക്ക് നീ ഗുണം ചെയ്യണേ. പരിശുദ്ധ ഖുർആൻ സ്വഹാബി വര്യം വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞാൻ ചെയ്തതാകുന്ന സേവനങ്ങൾ പൂർത്തിയായില്ലേ? കാരണം അവർ എനിക്ക് ചെറുപ്പത്തിൽ ചെയ്തതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും അവരോടുള്ള ബാധ്യത നീ പൂർണ്ണമായി നിർവഹിച്ചവരല്ല മുഹമ്മദ് റസൂലുള്ളാഹി. ബാധ്യത പരിപൂർണമായിട്ടില്ല. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ ഡയലോഗാണ്, ആ ഡയലോഗാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കൾ കൊണ്ട് ആലോചിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖിന്റെ വർത്തമാനമാണ്. വല്ലാത്തൊരു വർത്തമാനം, വല്ലാത്തൊരു വാചകമാണ് പ്രവാചകം പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ എന്നെന്നും തുടികൊള്ളേണ്ട വചനം. പ്രവാചകം പറയുന്നു, നീ കൊടുത്തതാകുന്ന നിന്റെ മാതാപിതാക്കൾ നിനക്ക് ചെയ്ത സേവനമുണ്ടല്ലോ, നിനക്ക് ചെയ്തതാകുന്ന വാത്സല്യമുണ്ടല്ലോ, നിനക്ക് നൽകിയ സ്നേഹമുണ്ടല്ലോ, അത് നീ എന്നെന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കണമെന്ന് അവർ ലക്ഷ്യം വെച്ചിട്ടാ. നിനക്ക് പനി വരുമ്പോ നിന്നെ AMA ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, നിനക്ക് പനി വരുമ്പോ നിന്നെ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കൊണ്ടുപോകാൻ തയ്യാറാകുന്നതിന്റെ കാര്യം എന്താ? ദാരിദ്ര്യം വന്നാലും ലോൺ എടുക്കേണ്ടി വന്നാലും നിന്റെ ജീവൻ അപകടമാണെന്ന് കണ്ടാൽ അവരതിനൊക്കെ തുനിയും. അല്ലേ? എന്താ കാരണം? മക്കളോടുള്ള വല്ലാത്ത താല്പര്യമാണ്, സ്നേഹമാണ്. എന്നാലോ അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, അല്ലയോ ചെറുപ്പക്കാരോ, അല്ലയോ സഹോദര, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ചെയ്യുന്ന സേവനമുണ്ടല്ലോ, തുരീദു മൗതഹുമാ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് ചെയ്യുന്ന സേവനം നീ എക്കാലവും ജീവിച്ചിരിക്കണമെന്ന് താല്പര്യം വെച്ചിട്ടാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് നീ ചെയ്യുന്ന സേവനമോ തുരീദു മൗതഹുമാ, നിന്റെ മാതാവും പിതാവും ഒരിക്കലും ജീവിച്ചിരിക്കരുത്, എപ്പോഴെങ്കിലും അടുത്ത സെക്കൻഡെങ്കിലും മരിക്കണേ എന്നുള്ള താല്പര്യത്തിലാണ് നീ ചെയ്യുന്ന ഖിദ്മത്തെന്ന് നബിയോനാ റസൂലുള്ളാഹി. പാച്ചേമുക്കിൽ അൽഫലാഹി വദനെ ഫെഡറേഷന്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മതവിജ്ഞാന വേദിയിൽ വാല് കേൾക്കാൻ ഒരുമിച്ചോടിയതായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പതിനെട്ടിന്റെ നിർഗുണമാകുന്ന സഹോദരിമാരെ, ഉമ്മന മുസ്താദ് മനസ്സിരുത്തിക്കൊണ്ട് തുറന്നു ചോദിക്കുകയാണ്, ഒരു ഇമാമെന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം യഥാർത്ഥമാണോ? യഥാർത്ഥമാണോ? 60 കഴിഞ്ഞ ഉമ്മ, 40 കഴിഞ്ഞ ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് നൽകുന്ന സ്നേഹം യഥാർത്ഥമാണോ? യഥാർത്ഥമാണോ? നമ്മുടെ സമ്പത്ത് കണ്ടിട്ടല്ലയോ, നമ്മുടെ കയ്യിലുള്ള ധനം കണ്ടിട്ടില്ലയോ? കോഴിക്കോടുള്ള സഹോദരങ്ങളില്ലയോ? എന്റെ മുന്നിൽ ഏതൊക്കെ തലവയിൽ നിന്ന് വന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്ന സഹോദരങ്ങളുണ്ട്, കൊല്ലം ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് വാല് കേൾക്കാൻ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് ഉമ്മന മുസ്താദ് ഖേദത്തോടുകൂടി ചോദിക്കട്ടെ, വാപ്പയോടുള്ള സ്നേഹം യഥാർത്ഥമാണോ? യഥാർത്ഥമാണോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ നൊന്ന് പ്രസവിച്ച ഉമ്മ, നിന്നെ താരാട്ട് പാടി ഉറക്കുന്ന ഉമ്മ, നിനക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും വരുമ്പോ അത് പറയാനാകുന്നത് നിന്റെ ഭാര്യയേക്കാൾ നിന്റെ ഉമ്മയല്ലയോ? ആ
ഉമ്മയോട് പറഞ്ഞാൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കുകയല്ലയോ? PSC ടെസ്റ്റിന് പോയ സഹോദര, പ്ലസ് പഠിക്കുന്ന സഹോദര, MBBS ബിരുദധാരികളായ സഹോദരിമാരെ, വിദ്യാഭ്യാസം നുകരുന്ന സമയത്ത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോ, നിന്റെ യാത്രയിൽ എവിടെ വേണമെങ്കിലും നീ പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് എന്റെ പൊന്നുമോന് ഖൈറ് ചെയ്യണേ അല്ലാ, എന്റെ പൊന്നുമോൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കുന്നത് ഒരേ ഒരാളുള്ളൂ, അത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മയാണ്, ഓർമ്മ വെക്കണേ ചെറുപ്പക്കാരാ. ആ ഉമ്മയെ നീ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ കാലഘട്ടത്തിലെ ജനറേഷൻ, ഈ കാലഘട്ടത്തിലെ യുവാക്കള്, ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി, ചെറുപ്പക്കാരായ സഹോദരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ മാതാപിതാക്കൾ നിനക്ക് ചെയ്ത സേവനം അവർ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടത്രേ. വതുരീദു മൗതഹുമാ, നീയോ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് എടുക്കുന്നത്, ഈ വാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, വാപ്പയുടെ സ്വത്തനിക്ക് അവകാശപ്പെട്ടതല്ലയോ, ഈ ഉമ്മയൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഉമ്മയുടെ കാതിൽ കിടക്കുന്ന സ്വർണ്ണ നാണയം, ഉമ്മയുടെ കാതിൽ കിടക്കുന്ന കമ്മല്, ഉമ്മയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവള, ഉമ്മയുടെ കാലിൽ കിടക്കുന്നതാകുന്ന പാദസരം എനിക്ക് അർഹതപ്പെട്ടതല്ലയോ. തുരീദു മൗതഹുമാ നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ മക്കൾ ആഗ്രഹിക്കുന്നത് ഉമ്മയും ബാപ്പയും മരിച്ചു കിട്ടിയാൽ മതി. ആര് പറയാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ശരിയല്ലേ ഈ പറഞ്ഞത്? ശരിയല്ലേ ഈ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി. ഹജ്ജിന് വേണ്ടി പോകുമ്പോ പഴയ കാലഘട്ടമാണെന്ന് ഓർക്കണം, ഇന്നത്തെ പോലെ അത്ര തിരക്കില്ല, പ്രവാചകന്റെ കാലഘട്ടമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യതൂഫു ബിൽ ബൈത്ത്, പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. ഹജ്റിൽ നമ്മുടെ ഹജ്ജിൽ നിർബന്ധമാകുന്ന തവാഫ്, ഇഫാദത്തിന്റെ തവാഫ് എന്നാണ് അറബിയിൽ അതിന് പറയുന്നത്, നിർബന്ധമായ തവാഫ്. ഹജ്ജിനുണ്ട് ഉംറയ്ക്കുണ്ട്. ആ നിർബന്ധമാകുന്ന തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പോകുന്ന സമയമാണ്. അല്ലാഹുവിന്റെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമാകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നാനാഭാഗത്ത് നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ ലക്ഷ്യം ചെയ്തുകൊണ്ട് യാത്ര തിരിക്കുകയാണ് ഈ സമയം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമുക്കും അനധി വിദൂര ഭാവിയിൽ എത്രയും പെട്ടെന്ന് ആ കഅബയുടെ മുറ്റത്തെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതേ വാക്ക് പ്രവാചകൻ പറഞ്ഞ ആ വാക്കിനെ അന്വർത്ഥമാക്കി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു സഹാബി വര്യൻ യമൻകാരനാണ്. ഒരു സഹാബി, അദ്ദേഹം സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് കയറ്റി വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബയും വലയം ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബ വലയം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? തവാഫ് ചെയ്യുക. ആർക്ക് വേണ്ടിയാണ്? ഉമ്മയ്ക്ക് വേണ്ടിയാണ്. നിയ്യത്ത് അങ്ങനെ വെക്കണം. ഒരാളെ തോളിലെടുത്ത്, ചില ആളുകളുണ്ട് നമ്മള് മക്കത്ത് ചെല്ലുമ്പോ കാണാൻ തവാഫ് ചെയ്യുന്നത് കുട്ടികളെ തോളിലെടുത്ത് വെച്ച്. ചിലപ്പോ കുട്ടികൾക്ക് വേണ്ടി ആയിരിക്കും തവാഫ് ചെയ്യുന്നത്, കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്തതിന്. പക്ഷെ നിയ്യത്ത് ചെയ്യുന്നുണ്ടാവൂല. ആരെ തോളിലെടുത്ത് വെക്കുന്നോ അവർക്ക് വേണ്ടി പ്രത്യേക നിയ്യത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ അവരുടെ തവാഫായി പരിഗണിക്കൂല. ഓരോയുള്ള വിഷയമാണ്. ഞാൻ ഇടയ്ക്കൊരു മസാല പറഞ്ഞത് മാത്രം. ഏതുമായിക്കോട്ടെ, ഈ സഹോദരൻ ഉമ്മയെ തോളിലെടുത്ത് വെച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യാണ്. അങ്ങനെ തവാഫ് ചെയ്യുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം ഇടയിൽ വെച്ച് കാണുകയാണ്. അദ്ദേഹം കണ്ടു, തവാഫ് വേഗം തന്നെ അദ്ദേഹം പൂർത്തിയാക്കി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കിലേക്ക് അദ്ദേഹം ചെന്നു. ഹദീസ് പ്രകാരമാണ്, ചരിത്രം ഇപ്രകാരമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ كنت أطوف بالبيت فإذا رأيت رجلا يمانيا. പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻ
ദേശക്കാരനാകുന്ന ഒരു സഹോദരനെ ഞാൻ കാണുകയാണ്. അദ്ദേഹം തവാഫ് കഴിഞ്ഞിട്ട് എന്നെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഹൽ റഅയ്തഹാ അതറാനി ജസൈതുഹാ, അല്ലയോ ഇബ്നു ഉമറേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ കാണുന്നില്ലയോ? നിങ്ങൾ എന്നെ ദർശിക്കുന്നില്ലയോ? പ്രായം ചെന്ന എന്റെ ഉമ്മയ്ക്ക് പകരം ആ ഉമ്മയ്ക്ക് തോളിലെടുത്തു വെച്ചുകൊണ്ട് നടക്കാൻ സുഖമില്ലാത്ത ഉമ്മയെ എന്റെ തോളിലെടുത്തു വെച്ചുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടി ഹജ്ജ് പൂർത്തീകരിക്കുന്ന ഈ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതറാനി ജസൈതുഹാ, ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ? നല്ല ചോദ്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവരകൾ പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനാകുന്ന സഹോദരൻ അദ്ദേഹം വന്നുകൊണ്ട് മഹാനവരകൾ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ ഇബ്നു ഉമറെ, ഞാൻ ഈ തവാഫ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ആർക്ക് വേണ്ടി? എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി, സുഖമില്ലാത്ത മാതാവിന് വേണ്ടി ഞാൻ തോളിലേറ്റിയിട്ട് മാതാവിന് വേണ്ടി ഞാൻ തവാഫ് ചെയ്ത് അവർക്ക് വേണ്ടി ഹജ്ജ് പൂർത്തീകരിക്കാം. ഇനി ഞാൻ സഈന് വേണ്ടി പോവാ, ഉമ്മ ഞാൻ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുക. അതറാനി ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന സേവനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലയോ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻ ദേശക്കാരനാകുന്ന ഒരു സഹോദരൻ ചോദിക്കാം. നല്ല ചോദ്യമാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് ധാരണയുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ അല്ലെ ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ നമ്മൾ ഹജ്ജിന് നിർവഹിക്കാൻ വേണ്ടി അയച്ചു, അവരോടുള്ള ബാധ്യതകൾ കഴിഞ്ഞു എന്ന് നമ്മൾ ആരും കരുതണ്ട. നമ്മൾ ചെയ്തതിരിക്കട്ടെ, അൽഹംദുലില്ലാഹ്, വലിയ കൂലിയാണ്, പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ അയക്കുന്നവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അയക്കാത്തവരുണ്ട്, എത്ര ആളുകളുണ്ട്. നല്ല സൗഭാഗ്യമുള്ളവർ, സമ്പത്ത് കൊണ്ട് നല്ല സൗഭാഗ്യമുള്ളവർ 10ഉം 20ഉം വട്ടം സ്വന്തമായിട്ട് പോകുന്നു. തന്റെ പ്രിയപ്പെട്ട വാപ്പയെ കൊണ്ടുപോകുന്നില്ല ഒരു വട്ടം പോലും. ഈ വാപ്പ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് പോയിട്ട് നിന്റെ ജീവിതത്തിന് വേണ്ടി കടൽ കടന്നിട്ട്, കടലും പാതിരാത്രി സമയത്ത് വള്ളത്തിൽ കയറിയിട്ട് നിനക്ക് വേണ്ടി നീണ്ടകരയിൽ പോയി കൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും സഹിച്ചിട്ട് നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ അമ്മന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. മുക്കുവന്റെ മകനാ, പക്ഷെ ഇന്നവന് സൗഭാഗ്യം കിട്ടിയപ്പോ വാപ്പയോൾക്ക് അവന് കടപ്പാടില്ല, ബാധ്യത മറന്നു പോവുക. ഇവൻ 50ഉം 60ഉം വട്ടമൊക്കെ ഉംറ നിർവഹിച്ചിട്ടുണ്ട്, 10ഉം 15ഉം വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കഥകളിരുന്ന് ഇങ്ങനെ പറയുക, നാട്ടുകാരോട് ഗമനടിക്കുക, ഗീർവാണം മുഴക്കുക. ഉമ്മയും ഉപ്പയും ജീവിതത്തിൽ അവർ മക്കത്ത് കൊണ്ടുപോയിട്ടില്ല. എത്രയോ സഹോദരങ്ങളുണ്ട് അങ്ങനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയില്ലയോ, പഠിപ്പിച്ചില്ലയോ? ഒരു അനുയായി വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അയ്യുൽ അമാലു അഫ്ളലു യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടം ഏതാണ് നബിയേ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുകയാണ്, അസ്സലാത്തു ലിവഖതിഹാ, അസ്സലാത്തു ലിവഖതിഹാ. അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലങ്ങളിൽ നിന്ന് സർവ്വസുന്ദരമായ ബാങ്കല് കർണപുരത്തിലേക്ക് അരളി കൊള്ളുമ്പോ ആ ബാങ്ക് വിളിക്കുത്തരം കൊണ്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമസ്കാരം ആദ്യമൊക്കത്തിൽ നിർവഹിക്കുന്നതായ ഏത് ചെറുപ്പക്കാരനുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ ശുദ്ധിയുള്ള സമയത്ത് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ കയറി നമസ്കരിക്കുന്ന താച്ചേ മക്കിലുള്ള ഉമ്മ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, നീ ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും അത്യുത്കൃഷ്ടമത്രേ. നമസ്കാരം ആദ്യം സമയത്ത് നിർവഹിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
നമസ്കാരം ആദ്യ സമയത്തുള്ള നമസ്കാരം. നമ്മൾ നിസ്കരിക്കും, ജോലി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമസ്കരിക്കും. പ്രത്യേകിച്ച് സഹോദരിമാര് ദുഹർ അധിക പേര് നിസ്കരിക്കുന്നത് അസറിനോട് ചേർത്ത് വെച്ചിട്ടാ. ശരിയല്ലേ? കാരണം അടുക്കള ജോലിയില്ലേ ഉസ്താദേ, ഈ അടുക്കള ജോലി മുൻകഴിഞ്ഞു പോയ സ്വഹാബത്തിന്റെ ഭാര്യമാർക്കൊന്നുമില്ലേ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കൊന്നുമില്ലേ? അവിടുത്തെ അനുയായികളുടെ ഭാര്യമാർക്കൊന്നുമില്ലേ? നമുക്ക് മാത്രമുള്ളോ ചിന്തിക്കാത്തത്? അവർക്കുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഒരു നമസ്കാരം പോലും ഖളാ ആക്കിയിട്ടില്ല. ആദ്യ വഖത്തിൽ തന്നെ അവർ നമസ്കരിച്ചു. അതുകൊണ്ടെന്താ ബഹുമാന്യത അവർക്ക് കൊടുത്തില്ലേ? റളിയല്ലാഹു അൻഹും വറദ്വൻ. അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ അവരെ കുറിച്ച് വർണ്ണിച്ചു? എന്താ അവർ ചെയ്ത കൂലി? നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിച്ചു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം ആദ്യ വഖത്തിൽ നമസ്കാരമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. തീർന്നില്ല. സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാതിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഹബീബായ നബി തങ്ങളോട് ചെറുപ്പക്കാരൻ ചോദിച്ചു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടം നമസ്കാരമാണെങ്കിൽ രണ്ടാമത്തത് ഏതാണ് നബിയേ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ബിർറുൽ വാലിദൈൻ. നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂലിയുള്ള അമലേതെന്നറിയുമോ? നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഗുണം ചെയ്യലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വാപ്പാക്കും ഉമ്മാക്കും കൂടെ ചെയ്യാം, വാപ്പാക്കും ഉമ്മാക്കും കൂടെ ചെയ്യാം. കടയിൽ പോകാൻ വാപ്പ പറയുമ്പോ ഉമ്മ പറയുമ്പോ മോനെ നീ മടി കാണിക്കില്ല, അതൊക്കെ വലിയ കൂലിയാ, നീ മനസ്സിലാക്കാൻ അറിയുന്നില്ല. നീ ചെറുപ്പത്തിൽ നീ ഒരു കടയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങി, 1 കിലോ വെളിച്ചെണ്ണ ഉള്ളു, അത് വാങ്ങിച്ചോണ്ട് നീ വീട്ടിൽ വരുമ്പോ നീ കരുതും അത് വലിയ പ്രയാസമുള്ള സംഗതി. അതല്ല, നീ അത് ചെയ്യുന്നതിലൂടെ നിനക്കിനി ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകാൻ പോവാ, നീ അറിയുന്നില്ല. ചെറിയ ചെറിയ സേവനങ്ങൾ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണം. അവരുടെ മനസ്സിന് നീ വിഷമിക്കല്ലേ, വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള വിഷമം നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമതേതാണ് നബിയേ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്രേ, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് കഴിഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ യുദ്ധത്തിന് വേണ്ടി പോകലെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാം എതിരാണ് മക്കളെ. അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്, വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്. അറിയണേ മക്കളെ, പഠിക്കണേ മക്കളെ, ഇസ്ലാമിന്റെ ധർമ്മസമരമാണ് ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാക്കണേ. അവിശ്വാസികൾ കടന്നു വന്നുകൊണ്ട് ആക്രമിച്ച വേളയിൽ അവരെ തടഞ്ഞു നിർത്തിയതാണ്, അവരോട് പോരിട്ടതല്ല. ഇസ്ലാമിലെ യുദ്ധങ്ങളെന്ന് ചരിത്രം കൊണ്ട് വ്യക്തമാണ്. ഹബീബായ നബി തങ്ങൾ മൂന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തത് കഴിഞ്ഞിട്ടാണ് ജിഹാദിന് വേണ്ടി പോകുക എന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി സ്വന്തം 50 വട്ടവും ഉംറ 30 വട്ടവും ചെയ്യുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയും മറക്കല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻ ദേശക്കാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്റെ വാപ്പയോട് എന്റെ ഉമ്മയോട് ഞാൻ ചെയ്ത ഖിദ്മത്ത് തീർന്നില്ലയോ? സുഖമില്ലാതിരുന്ന എന്റെ ഉമ്മ കഅബ കാണണമെന്ന് കൊതി പറഞ്ഞപ്പോ ആ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് യമനിൽ നിന്ന് യാത്ര പുറപ്പെട്ടവനാണ് ഞാൻ. വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് സൗദിയിലേക്ക് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോളിൽ നിറക്കാതെ തവാഫ് ചെയ്യിച്ചവനാണ് ഞാൻ. ഇനി സയ്യ ചെയ്യിക്കാനും പോകുന്നവനും ഞാനത്രേ, ഇനി മിനയിലേക്ക് കൊണ്ടുപോകുന്നവനും ഞാനത്രേ, ഇനി മുസ്ദലിഫയിലേക്ക് കൊണ്ടുപോകുന്നവനും ഈ പാവപ്പെട്ടവനത്രേ, ഇനി അവിടെ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോകുന്നവനും ഈ സഹോദരനത്രേ. അത്തറാനി
ജസൈതുഹാ, എന്നെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലയോ? ഫഖാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തബിഉസ് സുന്ന എന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പൊന്നമോ പറയുകയാണ്, ലാ ലാ ഇല്ല, ഒരിക്കലുമില്ല, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചവനല്ല. യമനിൽ നിന്ന് തോളിൽ കയറ്റിക്കൊണ്ടുവന്നു. ഇതിട്ട് ഇവിടെ എത്തിയിട്ട് നിർത്തുന്നില്ല, ഇവിടെ തവാഫ് ചെയ്യിക്ക, ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് ഉമ്മയെ നിലത്തിറക്കുന്നില്ല. ഇനി ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ വരിക. ഇത്രയും വലിയ ത്യാഗം സഹിച്ച എന്നെ നിങ്ങൾ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചവനായിട്ട് മനസ്സിലാക്കിയില്ലയോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളെ ചിന്തിക്കണേ. 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് ഗൾഫിലേക്ക് ഒരു വിസ വരുന്നുണ്ട്, ദുആ ചെയ്യണേ എന്ന് ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ പാതിരാത്രി സമയത്ത് അവന് വേണ്ടി ദുആ എടുക്കുകയാ. അല്ലാഹുവേ, പടച്ചറപ്പേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നീ ഖൈറായ നിലയ്ക്ക് അവന് വിസ കൊടുക്കണേ അല്ലാഹ്. അല്ല നീ അവന് കൊടുക്കണേ അല്ലാഹ്. ദ്വാരക്ക, കാരണം ഭാര്യയൊന്നും അപ്പനില്ലല്ലോ, 22 വയസ്സുള്ളൂ, അവനോട്ട് ദ്വാരക്കാര് ഉമ്മ ദ്വാരക്ക. നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ ഉമ്മ ദ്വാരുന്നു, വാപ്പ ദ്വാരുന്നു, റാഹത്തായി അൽഹംദുലില്ലാഹ്, വളരെ തൗഫീഖ് അല്ലാഹു കിട്ടി. പെട്ടെന്ന് തന്നെ വിസ വരെ റെഡിയായി, നേരെ ഗൾഫിലേക്ക് പോവാ. അവൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് ജോലിയെല്ലാം ശരിപ്പെടുത്തി അവിടെ പോയി ബിസിനസ്സുമായി മുന്നേറി നല്ല സാമ്പത്തികം അവന്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. നല്ല സാമ്പത്തികം വന്നു. നാട്ടിലേക്ക് ഉമ്മയെ വിളിച്ചു പറയുന്നു, 3 കൊല്ലം കഴിയുമ്പോൾ ഉമ്മ, ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു പെണ്ണിനെ നോക്കി വെക്കണം. അൽഹംദുലില്ലാഹ്, ഉമ്മ അത് ഓടുക, വാപ്പായി ഉമ്മയെ ഓടുക, അവിടെ ഓടിയിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു, അവര് ഫോട്ടോ അയച്ചു കൊടുത്തു. പെണ്ണ് കറുത്തിരിക്കുക, എന്നാലും വെളുപ്പിച്ച ഫോട്ടോ അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇത് കണ്ടിട്ട് മോൻ കയറി വരിക. ഇങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പരിപാടി അല്ലെ? ഇപ്പൊ എല്ലാരും വെളുപ്പിച്ച് ഇങ്ങനെ കൊണ്ട് അയച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ഏതായിക്കോട്ടെ, മകൻ കയറി വന്നു. നോക്കുമ്പോഴത്തേക്കും റാഹത്തായി, കുഴപ്പമൊന്നുമില്ല, വിചാരിച്ച അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞു, റാഹത്തായ നിലയിൽ വിവാഹം കഴിച്ചു. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാഹ്, അത് കഴിഞ്ഞ് ഇവന് ഭാര്യയും കുട്ടിയും പോവുക, നേരെ തിരിച്ചു പോവുക. കാരണം നല്ല സമ്പത്തായി പോയി. ആര് ദ്വാര നട്ടാ ഇത് കിട്ടിയത്? അവൻ പള്ളിക്കാരാത്ത ഹയവാനായിരുന്നു. അവൻ കരുനാപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ വീട്ടിൽ മരിച്ചിങ്ങനെ അടക്കുക. അവൻ പള്ളിയിലോട്ട് വരുത്തില്ല. ഒറ്റ വക്കത്തെ പള്ളിയിലില്ല, എന്നാലും ഉമ്മാടെ ദുആ കൊണ്ട് പടച്ചോൻ കൊടുത്തതാ. അൽഹംദുലില്ലാഹ്, ഏതുമായി ഉമ്മാടെ പ്രാർത്ഥന കൊണ്ട് അവര് കിട്ടിയത്. ഇത് ഒരാളല്ല, ഒരാളുടെ ചരിത്രമല്ല, ഇപ്പറഞ്ഞ ഒന്നിലധികം ആളുകൾ നമ്മുടെ അങ്ങനെയുണ്ട്. അവരുടെ കാര്യം ശ്രദ്ധിച്ചോളൂ. അൽഹംദുലില്ലാഹ്, ഇവൻ ഭാര്യയുമായിട്ട് പോയി. ഗൾഫിൽ ചെന്നു, നല്ല റാഹത്തായ നിലയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു. നയിക്കുന്നതിനിടയിൽ അൽഹംദുലില്ലാഹ് അവർക്കൊരു കുസുവും പിരിഞ്ഞു, നല്ലൊരു കുട്ടി ഉണ്ടാവാൻ അടുത്തിരിക്കുക. കുട്ടി ഉണ്ടാവാനെടുത്തു. ഗർഭം പരിപൂർണമായി 9 മാസമെത്തി. ഉമ്മയുടെ ഇടയ്ക്ക് പറയുന്നു, വിഷയങ്ങളൊക്കെ പറയുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് കുട്ടിയായത്, റാഹത്തായി. ഉമ്മായെ വിളിക്കുന്നു, വാപ്പായെ വിളിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൂടി വരണം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സൗദിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നിങ്ങളെ കൊണ്ടൊരു ഉംറ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഒരു ഹജ്ജ് ചെയ്യിക്കാൻ നമ്മൾ നിയ്യത്താക്കി. മകൻ പറയാം, ഉമ്മാക്ക് ഇത് കേട്ടിട്ട് വലിയ സന്തോഷം, വലിയ ബറക്കത്ത്. അൽഹംദുലില്ലാഹ്, എന്റെ മകൻ അവൻ ഗൾഫിലേക്ക് പോയി നമ്മുടെ ദുആ പടച്ചവനെ സ്വീകരിച്ചല്ലോ. ഉമ്മ വളരെ സന്തോഷത്തോടു കൂടി നേരെ കയറി വരുമ്പോഴത്തേക്കും വീടിന്റെ ഉമ്മറപ്പടിയിൽ വയറ് നിറഞ്ഞു നിൽക്കുന്ന മരുമകളെയാണ് കാണുന്നത്. എന്തിനാ ഉമ്മയെ കൊണ്ടുവന്നത്? ആയയാക്കിയിട്ടാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ വെറുതെ പറയല്ല, പ്രവാസ ജീവിതം നയിക്കുന്ന അധിക സഹോദരങ്ങളും. മനസ്സിലായില്ലേ? ശരിയാണ് ഈ പറഞ്ഞത്. ഒട്ടുമിക്ക വീടുകൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വെറുതെ പറയല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളി. ഉമ്മമാരെ ഉംറ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ട് എപ്പോ പരിപൂർണമായി 9 മാസം എത്തുമ്പോഴത്തേക്ക് ഉമ്മയെ കൊട്ടുകൊട്ടു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്തിനു വേണ്ടിയാ? ഉമ്മാക്ക് ഉംറയും കിട്ടി, അതോടൊപ്പം മകളെ ഒരായാക്കാൻ ഒരു സെപ്പറേറ്റ് ഒരാളെ പൈസ കൊടുത്ത് നടത്തണ്ട. 19,000 രൂപയാകോടെ അതിനുവേണ്ടി മെനക്കെടുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, സ്വന്തം ഉമ്മയെ അപ്പോഴും വെറുതെ വിടുന്നില്ല. ഇവനെ ചെറുപ്പം മുതലേ നോക്കി ഇവനെ വളർത്തി വലുതാക്കി 22 വയസ്സുള്ള ഈ സഹോദരന് ഗൾഫിൽ പോകാൻ വേണ്ടി ദ്വായിരുന്നു. അവന് നല്ലൊരു വിവാഹാലോചന കിട്ടണമെന്ന് ദ്വായിരുന്നു. അതിനുവേണ്ടി തയ്യാറെടുത്തു. അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം ഉമ്മയെ കൊണ്ടുപോകുന്നില്ല, ഭാര്യയെ തന്നെ ആദ്യം കൊണ്ടുപോയി. അവസാനം പോറ്റി നോക്കാൻ പേറ്റുന്നതിന് വേണ്ടി ആരെ കൊണ്ടുപോവാ? അപ്പോഴും ഉമ്മയെ തന്നെ കൊണ്ടുപോവാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിലെ സഹോദരൻ. എത്ര പേര് ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകുന്നവരുണ്ട്.
എത്ര പേര് ഉംറ നിർവഹിക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട്? ചിന്തിക്കണം നമ്മൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ഇതാണ്, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾ ഗുണം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജിഹാദിനേക്കാൾ വലുതാണ്, ജിഹാദിനേക്കാൾ വലുതാണ്, യുദ്ധത്തിന് വേണ്ടി നീ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ വലുതാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കൽ മുഹമ്മദ് റസൂലുള്ളാഹി. ചില ചെറുപ്പക്കാരുണ്ട് പ്രവാസ ലോകം കൊതിക്കുന്നവർ, അവിടെ പോയി നല്ല ജോലിയേക്കും, ഓസ്ട്രേലിയയിൽ ജോലി, ഇല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടി, വേഗം തന്നെ പോകണം, ധൃതി വെച്ച് പോകും. ഒറ്റ മകനേ ഉള്ളൂ, ഉമ്മായും വാപ്പയെ നോക്കാൻ ആരുമില്ല. ഉമ്മാക്കും വാപ്പാക്കും വലിയ വിഷമമുണ്ടെങ്കിൽ നീ പോകാൻ പാടില്ല, ഉലമാക്കൾ പഠിപ്പിക്കുക. അവര് പറയാം മോനെ പോകല്ലടാ എന്ന് പറയുകയാണെങ്കിൽ പോകാൻ പാടില്ല, ജിഹാദിന് പോകാൻ പാടില്ല. പിന്നല്ലേ പ്രവാസ ലോകത്ത് ജീവിതം ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നവർ, ജീവിതം പച്ചപിടിപ്പിക്കുന്നവരുടെ കാര്യമല്ല, ജിഹാദിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധസമരത്തിന് വേണ്ടി പുറപ്പെടാൻ പോലും മാതാവിന്റെയും പിതാവിന്റെയും അനുവാദമില്ലാതെ നിനക്ക് പോകാൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ പോകാൻ പാടില്ല. അറാബിയായ ഗ്രാമീണനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു അത്രേ, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ അവിടുത്തോടൊപ്പം ഞാൻ ജിഹാദിനെ കൊതിക്കുന്നുണ്ട് നബിയേ, അവിടത്തോടൊപ്പം യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല റജുലു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത്രേ, നഅം യാ റസൂലല്ലാഹ്, അപ്പായും ഉമ്മായും ജീവിച്ചിരിപ്പുണ്ട്, രണ്ടുപേരും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഫഫീഹിമാ ജാഹിദ്, നിന്റെ യുദ്ധം പോർക്കളത്തിലല്ല, നിന്റെ യുദ്ധം എന്ന് പറയുന്നത് നിന്റെ വാപ്പയും ഉമ്മയും ഖിദ്മത്ത് ചെയ്യുന്നതിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാളും പരിചയമെടുത്തുകൊണ്ട് എന്റെ കൂടെ ഇസ്ലാം ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടി, തക്ബീറിന്റെ മധ്യധ്വനി ഈ ലോകത്ത് പടർത്തുന്നതിന് വേണ്ടി എന്റെ കൂടെ നീ ഇറങ്ങി വരേണ്ട, എന്റെ കൂടെ യുദ്ധത്തിന് വേണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന് പകരമായി നീ യുദ്ധം ചെയ്യേണ്ടത്, നീ ധർമ്മസമരം നടത്തേണ്ടത്, നീ ഖിദ്മത്ത് എടുത്തുകൂടേണ്ടത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുമായിട്ടാണ്, വാപ്പയോടാണ്. അവർക്ക് നീ വാത്സല്യം കൊണ്ട് പൊതിയണേ, അവർക്ക് ഗുണം ചെയ്തുകൊണ്ട് ശിഷ്ട ജീവിതം നയിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയാ, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തശീറുഹു ഫിൽ ജിഹാദ്, പ്രവാചകന്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് പ്രവാചകനോട് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ജിഹാദിന് വന്നാക്കൊള്ളാം, അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വന്നാക്കൊള്ളാം, ബദറിൽ പങ്കെടുക്കാൻ, ബദറിൽ പങ്കെടുക്കാൻ ഞാൻ വരിക എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആരോ വന്നിട്ട് പറഞ്ഞു, നബി ഇന്ന ആള് വരും, അദ്ദേഹത്തിന്റെ ഉമ്മാക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് പ്രവാചകൻ അത് തന്നെ എടുത്തു ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പിട്ടില്ലേ? ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. ഫഖാല, അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. പാപ്പ മരണപ്പെട്ടു, ഉമ്മ ഉള്ളൂ, ഉമ്മ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പോരാ, ഫഫീഹാ ജാഹിദ്, നിന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടണേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്ലാമിലേക്ക് യുദ്ധത്തിന് വേണ്ടി ആളെ കൂട്ടുന്ന പരിപാടിയൊന്നും പ്രവാചകരില്ല, പഠിച്ചു വെക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആളെ കൂട്ടല്ല, വാ നീ കൂടെ പോരെന്നല്ല പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണം, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണം. മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഖിദ്മത്ത് എടുക്കാത്തതിനാണ്.
നമ്മൾ റോഡരികിൽ നിന്നിട്ട് വലിയ ചർച്ചയാണ്, നമുക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. എന്താക്കണം? നീ വാപ്പായുമായി ആദ്യം പോയി ഖിദ്മത്ത് എടുക്കണം. നിന്റെ ലോകം നന്നാക്കി, നിന്റെ ജീവിതം നന്നാക്കി, നിന്റെ ആഖിറം രക്ഷപ്പെടണ്ടേ. നിന്റെ ദുനിയാവ് പോയി ആഖിറെങ്കിലും രക്ഷപ്പെടണ്ടേ. നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് എടുക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി. യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് എന്റെ മകൻ എന്നറിഞ്ഞപ്പോ വാപ്പായും ഉമ്മായും വലിയ കരച്ചിൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകണം, തിരിച്ചു പോകണം. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. അദ്ദേഹത്തെ ടീമിൽ തെരഞ്ഞെടുത്ത, സൈന്യത്തിൽ തെരഞ്ഞെടുത്ത കൊണ്ടുപോകാൻ വേണ്ടി യുദ്ധത്തിന് കൊണ്ടുപോകാൻ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വലിയ കരച്ചിൽ. എന്റെ മക്കൾ പോകണത് യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ ഈ മടങ്ങണേ മടങ്ങണേ. വയ്ക്കോ, തിരിച്ചു വയ്ക്കോ, യുദ്ധത്തിന് നിന്നെ കൂട്ടൂല. എന്താ കാരണം? നിന്റെ മാതാപിതാക്കളെ നീ ചിരിപ്പിക്കേ, നിന്റെ മാതാപിതാക്കളെ നീ ചിരിപ്പിക്കണേ. അവരെ നീ കരയിപ്പിച്ചതുപോലെ, അഥവാ നീ യുദ്ധത്തിന് വേണ്ടി പോകുന്നതെന്നറിഞ്ഞപ്പോ അവർ കരഞ്ഞത് എപ്രകാരമാണോ അതിനേക്കാൾ കൂടുതൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചവരെ ചെന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിപ്പിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. വാപ്പയെ മറന്നുകൊണ്ട്, ഉമ്മയെ മറന്നുകൊണ്ട്, സഹോദരങ്ങളെ മറന്നുകൊണ്ട്, സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട്, മക്കളെ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് അടയിരിക്കുന്ന ചെറുപ്പക്കാർ ആരെങ്കിലും ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ആരെന്നറിയുമോ? ആരെന്നറിയുമോ? അത് കള്ളുകുടിയ മാത്രമല്ല, അത് വ്യഭിചാരി മാത്രമല്ല. ഈ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അയ്യോ ചെലവ് കൊടുക്കേണ്ട വാപ്പയ്ക്കും അമ്മയ്ക്കും ചെലവ് കൊടുക്കാതെ, ചെലവ് കൊടുക്കേണ്ട ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, 10 മക്കളുണ്ട്, 4 മക്കളുണ്ട്, 3 മക്കളുണ്ട്, ആ മക്കൾക്ക് അന്നം കൊടുക്കാതെ പ്രവാസ ലോകത്തേക്ക് പോകുന്നവരുണ്ടോ? സ്വന്തം മക്കളെ പട്ടിണിക്കിടുന്നവരുണ്ടോ? വാപ്പയും ഉമ്മയും മാത്രമോ നോക്കുന്നില്ല, ഭാര്യയുടെ ജീവിതം മാത്രമാണ് അവന് ലക്ഷ്യം, അവന്റെ മക്കളുടെ ജീവിതം മാത്രമാണ് ലക്ഷ്യം. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില ആളുകളുടെ വാദമുണ്ട്, 10 മക്കളുണ്ട് ഒരു ഉമ്മാക്കും വാപ്പാക്കും. അപ്പൊ പറയുന്നത് എന്താ? ഇളയ മോനല്ലേ കുടുംബം, അവൻ നോക്കട്ടെ. കുടുംബമൊക്കെ അവന്, പിന്നെ വാപ്പായും ഉമ്മയെ നോക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമ്മളോ? എന്താ? നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഓഹരി ഇല്ലെങ്കിൽ പോലും നീ അവരെ നോക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനതാ പറഞ്ഞത്, ഇന്നത്തെ മക്കൾ എങ്ങനെ പോയി, ഇന്നത്തെ ജനറേഷൻ എങ്ങനെ പോയി? വാപ്പാക്കും ഉമ്മാക്കും സ്വത്തുണ്ടെങ്കിലേ നല്ലപോലെ നോക്കും. അതുകൊണ്ട് സ്വത്തുള്ളവരൊന്നും വേഗം എഴുതി കൊടുത്തേക്കല്ലേ. അത് വരുന്ന ശേഷം അൽഹംദുലില്ലാ കൊടുക്കാന്ന് നീത്ത് വെച്ചോളി കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വെക്കാരും നമ്മുടെ ചെറുപ്പക്കാർ എന്നെ നെക്കിക്കൊള്ളി. സാധാ ആള് കൊള്ളാലോ, സാനിന് മേലെ ഈ ഭാഗത്തേക്ക് വന്നു വിളിക്കുന്നു. നമ്മള് കാര്യം പറയും, ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഈ അവസ്ഥ. സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളെ കൈവെള്ളയെ കൊണ്ടടക്കും മക്കള്. കൈവെള്ളയിൽ സമ്പത്ത് എഴുതി വെക്കണം, വിൽപ്പത്ര എഴുതി വെക്കണം, അല്ലാതെ നിൽക്കരുത്. കാരണം എപ്പോഴാണ് അസുഖം വരിക, എപ്പോഴാണ് മരണപ്പുര പറയാക്കൂല. കുറച്ചു കാലം കഴിയട്ടെ, അങ്ങനെയൊന്നുമല്ല. എഴുതി വെച്ചോളി, എഴുതി ഇപ്പോഴേ റെഡിയാക്കി വെക്കും. ഇപ്പോഴെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. മൂത്തവന് ഇത്ര, അടുത്തവന് ഇത്ര. ഇസ്ലാമിക നിയമം അനുസരിച്ച് അത് അറിയില്ലെങ്കിൽ ഉലമാക്കളുമായി ബന്ധപ്പെട്ടിട്ട് എത്രയാണ് അതിന്റെ വിഹിതം എന്ന് മനസ്സിലാക്കിയിട്ട് ദീനനുസരിച്ച് തന്നെ നമ്മൾ വറാഫത്ത് കാണും. അനന്തരാവകാശികൾ കൃത്യം ചെയ്യാൻ ആരൊക്കെ എത്രക്ക് കൊടുക്കണം, എനിക്ക് ഇത്രയുണ്ട് ഉസ്താദ്, ഞാൻ എത്ര കൊടുക്കണം, അതൊക്കെ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കാം. ഷാഫി മദ്ഹബ് പ്രകാരം അത്തരത്തിൽ, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ ആ രീതിയിൽ മദ്ഹബിന്റെ വീക്ഷണത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രിയാത്മകമാക്കി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ എഴുതി റെഡിയാക്കി വെക്കണം. മരിക്കുന്നതിന് മുമ്പ് വസിയത്ത്